ഹലോ. അപ്പോൾ ഞാനിന്ന് എന്താ പറയുക, ഒരു വിഷയമായിട്ടാണ് വന്നത്. അപ്പോൾ എന്ത് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ? യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, യോജിപ്പില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മിക്ക വീഡിയോകൾ നടക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വന്നത് എൻ്റെ കാര്യമല്ല. ഇനി എൻ്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം പറയുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലാൻ വന്നേക്കല്ലേ ചില ആൾക്കാരോട്. കാരണം വെച്ചാൽ എൻ്റെ കാര്യമല്ല, ഞാൻ പൊതുവായ ചില കാര്യങ്ങൾ യൂട്യൂബ് ആകുമ്പോൾ ചില പൊതുവായ കാര്യങ്ങൾക്ക് ഇടാലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത്, ചില ഭക്തി വീട്ടുകാർക്ക് മരുമക്കൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല. അഥവാ പോയിട്ട് തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ഈ അമ്മായിയമ്മയൊന്നും, ഈ അമ്മായിയമ്മ പോയിട്ട് ഈ ഭക്തി വീട്ടുകാർ ഒരാളും ഈ മരുമകളോട് മിണ്ടാൻ നിൽക്കില്ല, മൈൻഡ് ചെയ്യില്ല. എന്തോ കൊലപാതകം ചെയ്ത് വന്ന് നിൽക്കുന്ന പോലെ ഒരക്ഷരം മിണ്ടില്ല. അടുക്കളയിലേക്ക് കയറി നിൽക്കുമ്പോൾ അമ്മായിയമ്മയുടെ മുകളിൽ വീർപ്പിച്ച് കിട്ടി നിൽക്കും. അപ്പോൾ ആ മരുമകളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോക്കല്ലേ. സ്വന്തം മകൻ്റെ ഭാര്യയില്ലേ, പൊന്നുപോലെ സ്നേഹിച്ചൂടെ അല്ലേ? എത്ര സ്നേഹത്തോടെ നിൽക്കാം. എത്ര സ്നേഹത്തോടെ നിന്നാൽ അവർ എത്രത്തോളം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നറിയോ? സ്വന്തം മോൻ കൊണ്ടുവന്ന് ഭാര്യനെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ, അവർ പൊന്നുപോലെ നിങ്ങൾ നോക്കും. അല്ലാതെ നിങ്ങൾ മൈൻഡ് ചെയ്തിരിക്കില്ല. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നേരെ വെച്ച് നിങ്ങളെ മോള് ഒരാഴ്ച, ഈ അമ്മായിയമ്മേൻ്റെ മോള് ഒരാഴ്ച അവർ വീട്ടിൽ വന്ന് നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ അമ്മായിമ്മ പറയില്ല മോളെ ഒരു മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മരുമോളുടെ അമ്മമാരും ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും, എൻ്റെ മോൾ ഒരാഴ്ച വന്ന് നിന്നെങ്കിലൊക്കെ. അപ്പോൾ നിങ്ങൾ ദയവേത് ഈ മരുമക്കളിൽ നിന്ന് കുറ്റം പറയാതിരിക്കുക. അതുപോലെ മരുമക്കൾ അമ്മായിയമ്മേനും കുറ്റം പറയാതിരിക്കുക കേട്ടോ. മിക്ക വീടുകളും അമ്മായിമ്മ പോലെ പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സ്വന്തം മരുമകളെയും മോനെയും സ്നേഹിച്ചാൽ നിങ്ങളുടെ കൂടെ എപ്പോഴും അവരുണ്ടാവും, മരണം വരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.